ഹാപ്പിനെസ് പല രീതിയിലുണ്ട്. സത്യത്തെ ബോധ്യപ്പെട്ട ഒരാൾ ആനന്ദത്തിരിക്കുന്നതും സത്യത്തെ മറന്നുകൊണ്ട് ഇഷ്ടവസ്തുവിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഹാപ്പിനെസ് വ്യത്യാസമുണ്ട്. കാര്യം ആ ഹാപ്പിനെസ് എന്താണ്? ആ ഇഷ്ടവസ്തു എപ്പോഴാണ് ബ്രേക്ക് ആവുന്നത്, അപ്പോൾ അവൻ ഉടൻ നിരാശനാകുന്നു. അതിന് ഓപ്പോസിറ്റ്സുകളുണ്ട്. ആനന്ദത്തിന് ഓപ്പോസിറ്റ് ഇല്ല. അപ്പോൾ മൈൻഡ് ഉപയോഗിച്ചു കൊണ്ടുള്ള സന്തോഷവും മനസ്സ് ഉപയോഗിക്കാതിരിക്കുമ്പോഴുണ്ട് ആനന്ദവും എൻ്റെലി ഡിഫറെൻ്റ് ആണ്. അത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലോജിക്കലി ചിന്തിക്കുന്നതാണല്ലോ എപ്പോഴും മൈൻഡ് എന്ന് പറയുന്നത്. ലോജിക്കലി ചിന്തിക്കുന്നതാണോ മൈൻഡ്? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ യുദ്ധങ്ങൾ എന്തിനാണ്? ആ യുദ്ധത്തിൻ്റെ പിന്നിൽ എന്താണ് ലോജിക്കുള്ളത്? ഒരാൾ വേറൊരാളെ പിന്നെ ദോഷപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അവിടെ ലോജിക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. സെൽഫിഷ്നെസ് ആയിരിക്കും. ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നത് മാത്രമല്ല, കുബുദ്ധിപൂർവ്വവും മനസ്സ് ചിന്തിക്കും. അവിടെ സെൽഫിഷ്നെസ് വരുമ്പോഴുണ്ടാവുന്ന പ്രോബ്ലമാണ്. ലോജിക്ക് പോലും അവിടെ വാലിഡിറ്റി ഇല്ലാത്ത ഒരവസ്ഥ വരും. മുമ്പ് ഞാനും കുഞ്ഞിലെ ചിന്തിച്ചിട്ടുണ്ടോ, ഇത്ര ഒരു 3-ലൊക്കെ പഠിക്കുന്ന സമയത്ത് പിന്നെ വളരും, വയസ്സാകുമ്പോൾ മരിക്കും എന്നൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി വയസ്സായിട്ട് പിന്നെ നമ്മൾ വളരെ കുഞ്ഞില്ലേ, വയസ്സായിട്ട് പിന്നെ നമ്മൾ ചെറുതാകുമായിരിക്കും. അത് ആ ടെൻഷൻ മാറാൻ വേണ്ടി മനസ്സ് കൊടുക്കുന്ന സൊല്യൂഷനാണ്. മാറാൻ വേണ്ടി മൈൻഡ് കൊടുക്കുന്ന ഒരു കൗണ്ടറാണത്. നമ്മൾ ആ കൗണ്ടറിലൊന്നും തൃപ്തിപ്പെട്ടില്ല, അതിനെ വീണ്ടും 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 അനലൈസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് തോട്ട് കൊണ്ടാണ് നമ്മൾ അതായിട്ട് ആദ്യം കണക്റ്റ് ആയത്. പിന്നീട് എന്താണ്, നമ്മളാ ചിന്തിച്ച തോട്ട് പ്രോസസ്സ് കൂടിയല്ല സൊസൈറ്റി പോകുന്നത്. സൊസൈറ്റിക്ക് വേറൊരു ഋതമാണ്. അങ്ങനെ വന്നപ്പോഴാണ് സൊസൈറ്റിയുടെ സത്യമല്ല സത്യം എന്നുള്ള ഒരു റിയലൈസേഷൻ ഫസ്റ്റ് ഉണ്ടായത്. അപ്പോൾ നമുക്ക് ആ ഉത്തരം നമ്മൾ തന്നെ കണ്ടെത്തണമെന്നുള്ളത് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം പോലെയായി. പിന്നെ അത് ചിന്ത കൊണ്ട് മാത്രം പോയിട്ടും കാര്യമില്ലല്ലോ, അത് എക്സ്പീരിയൻസ് ചെയ്ത് വരണ്ടേ. അപ്പോഴാണ് അതിന് പ്രാക്ടിക്കാലിറ്റി കൂടുതൽ മനസ്സിലായത്. അങ്ങനെ തിയറിയും പ്രാക്ടിക്കലും കൂടി ഇതെല്ലാം ഇങ്ങനെ ലാബിൽ കിടന്ന് ഇങ്ങനെ വർക്കൗട്ടായതിനു ശേഷമാണ് അതൊരു ഫൈനൽ പോയിന്റിലോട്ട് എത്തിപ്പെട്ടത്. അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ. ഡയമെൻഷനിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതായത് എല്ലാം ഒന്ന് തന്നെ. ഈ നമ്മുടെ മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്, എൻ്റെ ഉള്ളിലെ സ്പിരിറ്റ്, തോട്ട്സ് എല്ലാം വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിനെല്ലാം ഒറ്റ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അതും ഞാൻ തന്നെ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പിന്നെ മൈൻഡിൻ്റെ തോട്ട്സിനെ മാറ്റി വച്ചാലേ എനിക്ക് ആ കോൺഷ്യസ്നെസ് റിയലൈസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? എന്തോ ഒന്നും ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അതെനിക്ക് കൂടെ ഒന്ന് കണക്ട് ആവുന്ന എളുപ്പം ഒരു ഉദാഹരണത്തോട് പറയാം. നമ്മളിപ്പം ഈ തലയിൽ വേറെ പലതും കയറ്റി വെക്കരുത്, ഒരു ആശയമോ ഒന്നും വെക്കരുത്, എല്ലാം ഒന്നാണെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്, അതൊക്കെ വിടുക. കിച്ചണിൽ അമ്മ ദോശ ചുടാൻ പോകുന്നു വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു പാത്രം കൊണ്ടുപോയിട്ട് അമ്മ ഇതിൽ കുറച്ച് ദോശയുടെ മാവ് തരൂ എന്ന് നമ്മൾ പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ അമ്മ ചോദിക്കുക എന്തിനാണ് ചോദിക്കും. അപ്പം ഒരു പരീക്ഷണത്തിനാണെന്ന് പറഞ്ഞിട്ട് ഈ പാത്രത്തിൽ മാവ് എടുത്തിട്ട് നമ്മളിത് അടച്ചുകൊണ്ട് നമ്മൾ മുറി വെച്ചേക്കുകയാണ്. ഇപ്പം നിലവിലെ പാത്രത്തിനകത്ത് എന്താ ഉള്ളത്? ദോശയുടെ മാവാണ് ഉള്ളത്. ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. വൈകുന്നേരം ആയപ്പോൾ നമ്മൾ തുറന്നു നോക്കി. അപ്പോൾ എന്ത് പറ്റി? ഇതൊന്ന് പുളിച്ച് ഇതൊന്ന് പൊങ്ങി വന്നു. ആ പാത്രത്തിൽ ഏകദേശം നിറഞ്ഞിരിക്കുന്ന രീതിയിൽ അത് പ്രോസസ്സിങ് നടക്കുന്നത് കൊണ്ട് അത് അങ്ങനെ വന്നതാണ്. അപ്പോഴും അതിൻ്റെ പേരെന്തോന്നാണ്? ദോശയുടെ മാവ് തന്നെയാണ്. നമ്മൾ വീണ്ടും അത് അടച്ചു വെച്ചു. അടുത്ത ദിവസം നമ്മൾ തുറന്നു നോക്കി. എന്തായിരിക്കും സംഭവിക്കുക? ബബിൾസൊക്കെ വന്നിട്ട് അത് പൊട്ടി അതിങ്ങനെ ഒന്ന് താഴ്ന്നു തുടങ്ങും. അപ്പോൾ വീണ്ടും അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു. അപ്പോഴും അതിൻ്റെ പേരെന്തോന്നാണ്? ദോശമാവ് തന്നെയാണ്. അടുത്ത ദിവസം നോക്കിയപ്പോൾ എന്ത് സംഭവിക്കും? അതിൽ പുഴു വരും അല്ലേ? ഇതിൽ നിന്ന് പുഴു വരും. എന്നാൽ ദോശമാവും ഉണ്ട്. ഇപ്പം നിലവിലതിനകത്ത് എന്താ ഉള്ളത്? പുഴുവും ദോശമാവും. അപ്പം അതിൻ്റെ പേരെന്തോന്ന് പറയും നമ്മൾ? മനസ്സിലായി. പക്ഷേ പുഴുവുണ്ടല്ലോ, അതുകൊണ്ട് അതിന് ദോശമാവെന്ന് മാത്രം പറയാൻ പറ്റില്ല. ഈ പുഴു എവിടെ നിന്നാണ് ഉണ്ടായത്? ദോശയുടെ മാവിൽ നിന്നാണ് ഉണ്ടായത്. ഈ പുഴു കഴിക്കുന്ന എന്തോന്നാണ്?
ദോശമാവാണ് കഴിക്കുന്നത്. അപ്പോൾ പുഴുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നീ എവിടെ നിന്നാ വന്ന്, നീ മാവിൽ നിന്ന് വന്ന് പറഞ്ഞാൽ വാങ്ങിയിരിക്കുമോ? ഇല്ല. ഈ മാവ് എന്നെ കാണിച്ചിട്ട് ഇതെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? ഫുഡെന്നേ പറയുള്ളൂ. ഇനി അവിടെ ഒരു പുഴുവാണോ ഉള്ളത്? അല്ല, ഇഷ്ടംപോലെ പുഴുക്കളുണ്ട്. എല്ലാവരുടെയും ഭക്ഷണം എന്തോന്നാണ്? ഈ ദോശമാവാണ്. പിന്നെ അടി കൂടൂലേ? ദോശമാവ് തീരുന്നവരെ അടി കൂടൂലേ? ഇവരെല്ലാവരും ദോശമാവിൽ നിന്ന് ആണ് വന്നത്, പക്ഷെ അവരാരെങ്കിലും അംഗീകരിക്കുമോ? ഇല്ല. അതാണ് ഈഗോ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അല്ലേ, ജഗത്ത്, ഈശ്വരൻ എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഒറ്റ ഡയമെൻഷനിൽ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇതെല്ലാം ഉണ്ടായത് ഒന്നിൽ നിന്നാണ്. പക്ഷേ ഈഗോ ഇതൊന്നും സമ്മതിക്കില്ല. അത് എപ്പോഴും വേറെ 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 എന്ന് നമ്മളെ തോന്നിക്കും. അതാണ് ഈഗോയുടെ പരിപാടി. മെയിൻ പരിപാടി അതാണ്. ഋഷിമാർ വന്നിട്ട് ഈ വേറെ വേറെ എന്ന് പറയുന്നതിനെ നീ നിർത്തൂ. ഈ വേറെ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അത് മൈൻഡാണ് കളിക്കുന്നത്. ഇപ്പം നിർവ്വാണ ശതകത്തിൽ പറയും, ഇവിടെ ഗുരുവില്ല ശിഷ്യനുമില്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്തോന്നാണ്? ഒന്നേ ഉള്ളൂ എന്ന് പറയാനാണ്. മനസ്സില്ല, ബുദ്ധിയില്ല, ചിത്തമില്ല, അഹങ്കാരമില്ല, പഞ്ചഭൂതങ്ങളില്ല. ഈ വേറെ വേറെ എന്ന് തോന്നുന്ന ഒന്നും ഇല്ല. മൈൻഡിന് വ്യവഹാരത്തിന് വേണ്ടി ഇതെല്ലാം വേറെയും ചിന്തിച്ചാൽ മാത്രമേ അതിന് അത് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നമ്മൾ അക്കാഡമിക് നോളജെല്ലാം ഇതെല്ലാം വേറെ വേറെ എന്നുള്ള നോളജിൽ നിന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പം എന്താണോ വേറെ വേറെ എന്ന് പഠിച്ചത്, ഇതൊന്നും വേറെ വേറെ അല്ല എന്നുള്ള നോളജാണ് സ്പിരിച്വൽ നോളജ്. അപ്പം ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് ജീവിക്കുമ്പോൾ മാത്രമേ ഒരു ജീവിതം പൂർണ്ണമാവുള്ളൂ. അപ്പം വ്യവഹാരത്തിൽ ദേശീയതയും പ്രാദേശികതയും എല്ലാം വരും, ക്ലാസിഫൈ ചെയ്ത് ചിന്തിക്കുന്നത് കൊണ്ടാണ്. പക്ഷേ ആ സ്പിരിച്വൽ വേർഡിൽ ഈ സംഭവം ഇല്ല. അപ്പം അത് ഒരു വ്യക്തിയുടെ ആ ശരിയായ നിരീക്ഷണവും പരീക്ഷണവും അന്വേഷണത്തിൽ കൂടിയാണ് അവൻ അതിനെ എടുക്കേണ്ടത്. അപ്പോൾ സ്ഥൂലത നിൽക്കുമ്പോൾ ക്ലാസിഫിക്കേഷൻ വരും. സൂക്ഷ്മതയിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് ക്ലാസിഫിക്കേഷൻ ഓൾറെഡി കുറയും. അങ്ങനെയാണ്. അതിപ്പോൾ നമ്മൾ ഒരു കോമ്പൗണ്ടിൽ നിൽക്കുമ്പോഴാണല്ലോ ഇത് എൻ്റെ കോമ്പൗണ്ടാണെന്ന് ചിന്തിക്കുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ കയറി മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോഴോ തിരുവനന്തപുരവും കേരളവും ആ രീതിയിലല്ലേ ചെയ്യുന്നത്. ഇന്ത്യ അല്ലെങ്കിൽ ലോകം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത്. അവിടെ പിന്നെ നമ്മുടെ അതിരുകൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? സൂക്ഷ്മതയിലോട്ട് വരുമ്പോൾ എല്ലാ അതിരുകളും മാറും. ആധ്യാത്മികത മൊത്തവും സൂക്ഷ്മതയിൽ നിൽക്കുന്നതാണ്. ആ രീതിയിൽ കണ്ടാൽ മാത്രമേ അതിൻ്റെ ആൻസർ കിട്ടുള്ളൂ. ഈ സ്പിരിറ്റിന് ഒരു സ്പിരിറ്റിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? സച്ചിത് ആനന്ദം എന്ന് പറയുന്ന അവസ്ഥയാണ്. എന്നും ഉള്ളതും എല്ലാ അറിവും ഉള്ളതും. പലരും റിയലൈസ് ചെയ്യുന്നത് പല ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. റിയലൈസേഷൻ യഥാർത്ഥത്തിൽ ഒരു ആനന്ദത്തെ റിയലൈസ് ചെയ്യുന്നത്. കാര്യം സ്പിരിച്വാലിറ്റിയിലുള്ള പലരും പല ആംഗിളിൽ സ്പിരിച്വാലിറ്റിയെ ഡിഫൈൻ ചെയ്ത് പറയുന്നുണ്ട്. അത് അവർ മനസ്സിലാക്കിയതാണ്, അവർ മനസ്സിലാക്കുന്നതാണ്. ഇപ്പം ഒരു ആധ്യാത്മികപരമായിട്ട് നമ്മൾ പോകുമ്പം ചില അനുഭവങ്ങൾ, ചില അനുഭൂതികൾ കിട്ടും. ആ കിട്ടിയ അനുഭൂതി പൂർണ്ണമായി എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇൻ്റർപ്രിട്ടേഷൻസുകൾ ഡിഫറെൻ്റ് ആവുന്നത്. പിന്നെ നമ്മൾ ഈ അനുഭവപ്പെട്ടതിനെ പൂർണ്ണമായെന്ന് പറയുമ്പോൾ എന്ന് അവർ ചിന്തിക്കുകയും എന്നിട്ട് അവർ സംസാരിക്കുമ്പോൾ അവിടെ ഭാഷയുടെയൊക്കെ ലിമിറ്റേഷൻസുകൾ വരും. പറയുന്നതിൻ്റെ രീതികളുടെ വ്യത്യാസം വരും. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ബുദ്ധൻ പറഞ്ഞ ലാംഗ്വേജ് അല്ല ക്രൈസ്റ്റ് പറഞ്ഞത്, അതല്ല രാമകൃഷ്ണൻ പറഞ്ഞത്, അതല്ല വിവേകാനന്ദൻ പറഞ്ഞത്, ചട്ടമ്പി സ്വാമി പറഞ്ഞത്, അപ്പം പിന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസ പറഞ്ഞത്. ഇവരെല്ലാവരും പറഞ്ഞതിൽ ഒരാളുടെ ജ്ഞാനം ചിലതിൽ കൂടിയിരിക്കും, ചിലതിൽ ഭക്തി കൂടുതലിരിക്കും. ഭാഷ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. സ്പിരിച്വാലിറ്റിയിൽ അത് ആ ഒരു സോള് സ്പിരിറ്റുമായിട്ട്, അതായത് മൈൻഡ് ഉപയോഗിച്ച് നമ്മൾ സ്പിരിച്വാലിറ്റിയെ കണക്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി അതിനനുസരിച്ച് ഭാഷ ഉപയോഗിക്കുമല്ലോ. ഭാഷ ഉപയോഗിക്കുമ്പോൾ ഭാഷയുടെ ലിമിറ്റേഷൻ അതിൽ വരും. ഇപ്പം സദ്യ കഴിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയും. അപ്പം അതിൽ നമ്മുടെ ആ ഗംഭീരം എന്നുള്ള വാക്കിൽ എന്തോന്നുണ്ട്? നമ്മൾ അനുഭവിച്ച ആ സദ്യയുടെ അനുഭവം അതിലുണ്ട്. പക്ഷേ കേൾക്കുന്നവനോ അനുഭവം കിട്ടിയോ? ഗംഭീരം എന്നുള്ള വാക്കല്ലേ കിട്ടിയുള്ളൂ. അതേപോലെ ഭാഷയുടെ ലിമിറ്റേഷൻ വരും.